ഹലോ, ഏതോ ജന്മകൽപ്പനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രീതി ശ്രുതി കൊണ്ട് നിർബന്ധിച്ച് ഏസാറിനെ വിളിക്കാൻ ശ്രമിക്കുകയാണേ. ശ്രുതിയാണെങ്കിൽ ഫോൺ വിളിക്കാൻ കൂട്ടാക്കുന്നതേ ഇല്ല കേട്ടോ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നിന്നിങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ അയാളുടെ മുന്നിലേക്ക് നിന്നെ വിടില്ല എന്ന് പറയാം കേട്ടോ പ്രീതി. ഇത് കേട്ട് നിൽക്കുന്ന അമ്മായിയും പറയുന്നുണ്ട്, പ്രീതി മോള് പറഞ്ഞതാണ് കാര്യം. ഇനിയെങ്കിലും നീ വകതിരിവോട് ചിന്തിക്കാൻ ശ്രമിക്കുക ശ്രുതി എന്ന് പറയണേ. മാത്രമല്ല, ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും ഞാൻ അശോകേട്ടനെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അശോകേട്ടൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇനി മുതൽ നിന്നെ ജോലിക്ക് വിടണ്ട എന്നാണെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇതൊക്കെ അച്ഛയെ അറിയിച്ചോ? എന്തിനാ അമ്മായി, ഇതെന്താ കുട്ടിക്കളിയാണോ? അശോകേട്ടൻ അറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? പ്രമീളയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാം എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ അവരിങ്ങ് വരും ചെയ്യുമെന്ന് പറയുമ്പോൾ, എൻ്റെ ഈശ്വര, എന്തിനാ അച്ഛയോട് പറഞ്ഞ അമ്മായി എന്ന് ചോദിക്കാൻ കേട്ടോ ശ്രുതി. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ അശോകേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറയണേ. ഇത്രമാത്രം നിനക്ക് ആലോചിക്കാൻ എന്താ ഉള്ളത്? ഈ ഫോൺ എടുത്ത് അയാളെ വിളിച്ച് പറ, ഇന്നു മുതൽ ഞാൻ ജോലിക്ക് വരില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ പ്രീതി. സത്യം പറഞ്ഞാൽ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾ കാണിക്കുന്ന മര്യാദയ്ക്ക് ഇതൊക്കെ ധാരാളമാണ് എന്ന് പറയണേ. എനിക്കെന്താ ഇനി അയാളെ കണ്ടേ മതിയാവോ എന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല ചേച്ചി, എനിക്ക് അയാളെ കാണുന്നതേ ഇഷ്ടമല്ല. ഒരു വാക്കുപോലും പറയാതെ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചാൽ ഞാൻ അയാളുടെ മുന്നിൽ തോറ്റതുപോലെയാവും. അവിടെ ഉള്ളവരും എന്നെ കളിയാക്കും എന്ന് പറയണേ. അവിടെ ഉള്ളവർ അങ്ങനെ കരുതിക്കോട്ടെ. നീ എന്താണെന്നും നിന്റെ കഴിവ് എന്താണെന്നും ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതിയല്ലോ എന്ന് പറയാൻ കേട്ടോ പ്രീതി. തുടർന്ന് കാണിക്കുന്നത് അശ്വിൻ്റെ വീടാണേ. അഞ്ജലി പൂജ റൂമിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് മുത്തശ്ശി സങ്കടപ്പെടണ്ട, ഞാൻ എങ്ങനെയെങ്കിലും സാവധാനം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയണേ. ആര് പറഞ്ഞാലും അവൻ അനുസരിക്കാൻ പോണില്ല മോളെ. ചെറുപ്പം മുതലേ അവൻ്റെ ശീലം അങ്ങനെയാണല്ലോ. എന്തു തന്നെ ആയാലും ഞാൻ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ മുത്തശ്ശി. അവൻ്റെ ജീവിതം തന്നിഷ്ടം കാണിച്ച് അങ്ങനെ വേസ്റ്റാക്കി കളയാനുള്ളതല്ല, അതിന് ഞാനൊട്ടും അനുവദിക്കുകയില്ല എന്ന് പറയാണ്. അവൻ ഇന്ന് വരുമ്പോൾ നല്ല മൂഡിലാണെങ്കിൽ ഞാൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ അഞ്ജലി. പിന്നീട് കാണിക്കുന്നത് നമ്മൾ ശ്രുതിയാണ്. അവിടെയാണെങ്കിൽ പ്രീതി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, വിളിക്കുക എന്ന് പറഞ്ഞിട്ട്. അവരുടെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പ്രീതി പറയുന്നത് കേട്ടോ. കൂടിപ്പോയാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കോർട്ടിൽ ഒരു കേസ് കൊടുക്കുമായിരിക്കും. അതിനല്ലേ നമുക്കിവിടെ ശ്യാം സാർ ഉള്ളതെന്ന് പറയുമ്പോൾ ശ്യാം ആകെ പരിങ്ങുന്നുണ്ട് കേട്ടോ. അതെ, നമ്മളങ്ങനെ തന്നെ വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. നീ ഭയപ്പെടേണ്ട ശ്രുതി എന്ന് പറയാൻ കേട്ടോ ശ്യാം. അല്ലെങ്കിൽ നീ പറയുന്ന ASR എനിക്കെതിരെ കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാൻ പോണില്ല, നിന്നിങ്ങനെ ഹറാസ് ചെയ്ത് കൂടെ നിർത്തുക, അതാണ് അയാളുടെ ഉദ്ദേശം എന്ന് പറയാൻ കേട്ടോ ശ്യാം. വേണ്ട ശ്രുതി, ഈ ജോലി നിനക്ക് വേണ്ട. അല്ലെങ്കിൽ ഈ ജോലി എന്നൊക്കെ പറയാൻ പറ്റുമോ? പെൺകുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ അയാൾ ചെയ്യുന്നത്? ഇതൊക്കെ അയാളുടെ ഹറാസ്മെൻ്റ് ആണ്. ഇതൊന്നും നിൻ്റെ അടുത്ത് ചിലവില്ല എന്ന് അയാൾ മനസ്സിലാക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ശ്യാം. അതുകൊണ്ട് ഈ ജോലി ഉപേക്ഷിക്കുന്നത് തന്നെയാണ് എനിക്ക് ആശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി ശ്യാമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ. അല്ല, എല്ലാവരുടെയും ആഗ്രഹം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് മാറ്റി പറയുകയാണേ. തുടർന്ന് മനോരമ മോഹനേട്ടനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എനിക്ക് വന്നു കയറുന്ന മരുമകൾ വലിയൊരു വീട്ടിൽ നിന്നായിരിക്കണം വരേണ്ടത്, എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരാളാവണം എന്നൊക്കെ പറയണേ. ഇതൊക്കെ കേട്ടുകൊണ്ട് ആകാശ് നിൽക്കുന്നുണ്ടായിരുന്നു. ആകാശ് വേഗം അവിടുന്ന് സ്ഥലം വിടാണേ. ആകാശ് പുറത്ത് പോയി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അമ്മയുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു കുട്ടിയല്ലല്ലോ ഞാൻ കണ്ടതെന്നുള്ള കാര്യം. അങ്ങനെ പ്രീതി ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണേ. അന്നേരം അഞ്ജലി ആകാശിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ആ ലാവണ്യയുടെ ഇഷ്യൂ നമ്മൾ എന്ത് പറഞ്ഞ് സോൾവ് ചെയ്യും? മുത്തശ്ശി ഒരിക്കലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ആകാശ് പറയുമ്പോൾ, ആ കാര്യത്തിൽ എനിക്കും ടെൻഷൻ ഉണ്ട് മോനെ. മുത്തശ്ശിയും കൊച്ചുമോനും അമ്പിനും വില്ലിനും അടുക്കുന്ന ലക്ഷണമില്ല എന്ന് പറയുമ്പോൾ, മുത്തശ്ശി ഇപ്പോഴും കുലമഹിമയും കുടുംബ പാരമ്പര്യവും ഒക്കെയാണ് നോക്കുന്നത്. മുത്തശ്ശി മാത്രമല്ല, അച്ഛനും അമ്മയും ഒക്കെ അതെ എന്ന് പറയണേ. അമ്മയ്ക്ക് പണത്തിനോടും പണ്ടത്തിനോടുള്ള ആർത്തി വേറെയും. തുടർന്ന് ശ്രുതി ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടി വരികയാണ്. അന്നേരം പ്രീതി പറയാണ്, നീ ഓഫീസിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, ഞാൻ ഓഫീസിൽ പോവുകയാണ്, പക്ഷേ ജോലി ചെയ്യാനല്ല, ജോലി രാജിവെക്കാനെന്ന് പറയാണ് കേട്ടോ. എനിക്ക് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വേണം വരാൻ, എങ്കിലേ ഞാൻ തോറ്റിട്ടില്ല എന്ന് അയാളും അവിടെ ഉള്ളവരും മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയാണ് കേട്ടോ ശ്രുതി. തുടർന്ന് എല്ലാവർക്കും സന്തോഷമാവാണേ. അമ്മായി പറയുന്നുണ്ട്, എൻ്റെ ഭഗവാനെ കൃഷ്ണ, നീ ഇപ്പോഴെങ്കിലും യുക്തിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തല്ലോ, നന്ദിയുണ്ട് ഭഗവാനെ. അമ്മായിക്കും ചേച്ചിക്കും എല്ലാം സന്തോഷമായി മോളെ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ശ്യാം ജിലേബി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൺഗ്രാജുലേഷൻ, യുക്തിപൂർവമായ തീരുമാനം എടുത്തതിന് എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് പോകാനായി നിൽക്കുന്ന ശ്രുതിയോട് പ്രീതി പറയുന്നുണ്ട്, ഇനി കോൺട്രാക്റ്റിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ, ഇത്ര നേരം ധൈര്യം തന്ന ചേച്ചി തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? എൻ്റെ ചേച്ചി അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട. ചേച്ചിയുടെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു കാര്യം മനസ്സിലുറച്ചാൽ പിന്നെ ഈ ശ്രുതി അത് നേടിയെടുത്തിട്ട് തന്നെ ഉള്ളൂ എന്ന് പറയണേ.
എന്നെ സംബന്ധിച്ച് അശ്വിൻ സായിറാം എനിക്കൊരു പ്രശ്നമേ അല്ല. അയാളെ നേരിടാനുള്ള ആത്മധൈര്യമൊക്കെ എനിക്കിപ്പോൾ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നേരിട്ടല്ലേ, അതിൻ്റെ ഒരു ആത്മധൈര്യം കൂടെ ഉണ്ട് എന്ന് പറയാം കേട്ടോ ശ്രുതി. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഞാൻ തോൽക്കില്ല എന്ന് പറയാണ്. ശ്രുതി, നിനക്കൊരു കാര്യം അറിയോ? നീ ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് എന്ന് പറഞ്ഞ ദിവസം മുതൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ, അതിനെന്താ ചേച്ചി, ഇന്നു മുതൽ ചേച്ചിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാലോ, അതിനല്ലേ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ലാവണ്യയും ഫ്രണ്ട്സും തമ്മിലുള്ള സംസാരമാണ്. അവിടെ കാർട്ടൂൺ ബേബി എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രസ്സും പിടിച്ച് അവളുടെ നിൽപ്പൊന്ന് കാണേണ്ടതായിരുന്നു. എൻ്റെ പൊന്നു മാഡം, എനിക്ക് ഈ ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല, എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ശരിക്കും കാർട്ടൂൺ ബേബി പോലെ തന്നെ എന്ന് പറയുമ്പോൾ അശ്വിൻ അങ്ങോട്ട് കയറി വരികയാണ്. അശ്വിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് നിൽക്കാനാണോ നിങ്ങൾക്കൊക്കെ ഞാൻ ശമ്പളം തരുന്നതെന്ന് ചോദിക്കുമ്പോൾ സോറി സാർ എന്ന് പറഞ്ഞ് രേഷ്മയും രചനയും ഒക്കെ അവിടുന്ന് മാറുകയാണ് കേട്ടോ. ലാവണ്യയോട് കലണ്ടർ എന്ന് ചോദിക്കുമ്പോൾ കലണ്ടറിൻ്റെ വർക്ക് തീർന്നിട്ടില്ല, ലേ ഔട്ട് നടക്കുന്നേ ഉള്ളൂ, ഇന്ന് തന്നെ ഫിനിഷ് ആവും, ഞാനല്ലേ അതിൻ്റെ വർക്ക് നോക്കുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ പോവുമായിരുന്നു. അശ്വിനെ പിടിച്ചു വെച്ച് തോളിലൊക്കെ കൈ വെച്ചിട്ട് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്നോട് പറയാതെ മുത്തശ്ശിയെ കാണാൻ പോയതിനുള്ള ബലം ഞാനാണല്ലോ അനുഭവിക്കുന്നതെന്നോ, അതിന് മാത്രം ഞാനൊന്നും എന്ന് പറയുമ്പോൾ അശ്വിൻ കൈ ഉയർത്തി പറയുന്നുണ്ട്, ആദ്യം ഏൽപ്പിച്ച ജോലി ചെയ്ത് തീർക്കാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവാണ് കേട്ടോ. അപ്പോൾ ലാവണ്യയ്ക്ക് ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട്, ഇതെല്ലാം ആ കാർട്ടൂൺ ബേബിയുടെ കാരണമാണ്, അവൾക്കിട്ട് ആദ്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം അശ്വിൻ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അശ്വിൻ ലാവണ്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ലാവണ്യ, ഇനി ഈ ഓഫീസിൽ കാർട്ടൂൺ ബേബി എന്ന പേര് കേൾക്കാൻ പാടില്ല, അവൾക്കൊരു പേരുണ്ട്, ശ്രുതി ലക്ഷ്മി, ഇനി ഈ ഓഫീസിൽ അങ്ങനെ വിളിച്ചാൽ മതി അവളെ എന്ന് പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.